വെൽക്കം ബാക്ക്. നമ്മളിന്ന് 2 കിച്ചൺ ഗാഡ്ജറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ 2 വന്നിട്ടുള്ളത് നമുക്ക് 5 വരണമെന്നുണ്ട്. അത് 10 ആക്കണമെന്നുണ്ട്, 20 ആക്കണമെന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് നിങ്ങളെ സപ്പോർട്ട് കൂടി വേണം. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ വീഡിയോ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന രസമുള്ള പരിപാടി. പെട്ടിക്കൽ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണല്ലോ. നല്ലപോലെ വന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ. ഇതിൽ വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടെയ്നേഴ്സ് ആണ്. നമുക്ക് മുളക് പൊടി എന്ത് സാധനങ്ങളും വെക്കാൻ പറ്റിയ. ഇപ്പം നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യണതാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ഒന്നും നമ്മൾ പൊതുവെ കാണലില്ല. അതായത് നല്ല പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല കട്ടിയുള്ളതായിട്ടോ അങ്ങനെ ഒന്നും കിട്ടലില്ല. ഇത് നമുക്ക് തൽക്കാലം എടുക്കാം. ഇതിൽ 6 പീസാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമ്മളെ നോർമൽ നമുക്ക് ഓൺലൈൻ പർച്ചേസിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കേട്ടറിവാണ് കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് അതിനെ കുറിച്ച് ക്ലാരിറ്റി ഒന്നുമില്ല. ഇപ്പോൾ ഓൺലൈൻ പർച്ചേസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളൊരു ഷോപ്പിൽ ഒരാൾ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുമ്പോൾ അവർക്ക് ഷോപ്പ് റെന്റ്, അതേപോലെ അവർക്ക് സ്റ്റാഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള പേയ്മെന്റ്, ഇനി വേറെ എന്താണെങ്കിലും, ഇനിയിപ്പോൾ അവർ മെറ്റീരിയൽ എടുക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനത്തെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് പ്രൈസ് ഇടാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ഇല്ലാതെ ആരും കച്ചവടത്തിന് നിൽക്കില്ല. പക്ഷെ ഓൺലൈൻ സെയിൽ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഡയറക്റ്റ് ഓരോ പ്രോഡക്റ്റ്സ് സെല് ചെയ്യണവർക്കും വിൽക്കാനുള്ള മാർഗ്ഗം ഉള്ളതുകൊണ്ടാണ് ഓൺലൈനിൽ നമുക്ക് ഒരുവിധ എല്ലാ പ്രോഡക്ട്സും നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുന്നത്. ഷോപ്പിൽ അങ്ങനെ അവർക്ക് കൊടുക്കാൻ കഴിയൂല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് അങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ട് പ്രൈസ് കുറവിൽ നമുക്ക് ഓൺലൈൻ കിട്ടുമ്പോൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നല്ല പ്രോഡക്റ്റ് വാങ്ങിയാൽ നോർമലി മേടിക്കണതിനെക്കാട്ടി നമുക്ക് നല്ല പ്രൈസിൽ കുറഞ്ഞിട്ട് നമുക്ക് നല്ല പ്രോഡക്റ്റ്സ് മേടിക്കാൻ പറ്റും. അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 400-ന്റെ അടുത്താണ്. നമ്മൾ 2 ദിവസം കഴിഞ്ഞ് റേറ്റ് നോക്കിയപ്പോൾ 410 ആ റേഞ്ചിൽ എന്തുകൊണ്ട്. ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ എല്ലാ പ്രോഡക്റ്റും ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ ബാങ്കിന്റെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്കൗണ്ട് ഉണ്ടാവും. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1.2 ലിറ്റർ ആണ് ഇവർ പറയണുള്ളത്. ഇതിന്റെ ഒരു അളവ് ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്. ഇത് ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്താണ്. ഇത് പക്ക അതിന്റെ ടോപ്പ് ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക്. നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. ഇതിൽ ഇങ്ങനെ ക്ലിപ്പ് വരുന്നുണ്ട്. നമുക്ക് സാധാരണ ടൈറ്റായി നിൽക്കാത്ത പ്രശ്നങ്ങൾ, ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ഊരിയെടുക്കാനുള്ളൊരു സമയമെനക്കേടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് നമ്മളെ നോർമൽ തിക്നെസ് അല്ല ഇതിനുള്ളത്. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് പ്ലാസ്റ്റിക് ആണ്. ആ ഒരു സൗണ്ട് കേട്ടാൽ ഒരുവിധം പ്ലാസ്റ്റിക്കിന്റെ സൗണ്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതും അതേപോലെ ട്രാൻസ്പെറന്റ് ടോപ്പാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും ടോപ്പ് ട്രാൻസ്പെറന്റ് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഇതിലുണ്ട്. ബ്ലാക്ക് ടോപ്പ് വരുന്നതും ഉണ്ട്. അതിൽ ശരിക്ക് നിങ്ങളിഷ്ടം. ഒന്നും കൂടി സിമ്പിളായിട്ട് കുറച്ച് പ്രീമിയം ലുക്ക് കിട്ടാൻ ഈ ട്രാൻസ്പെറൻ്റ് ആണ് നല്ലത്. കാരണം നമുക്ക് ഓൾറെഡി എന്താണ് ഇതിൻ്റെ അകത്തുള്ളത് നമുക്ക് സൈഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു താഴത്തോട്ട് ഇറക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ബോട്ടിൽസ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് ട്രാൻസ്പെറൻ്റ് ഉള്ളതാവും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മേലൊന്ന് നോക്കിയാൽ തന്നെ ഇതെന്താണെന്ന് മനസ്സിലാവും. പിന്നെ ഇതിനൊരു പ്രീമിയം ലുക്ക് ഉണ്ട്. ഇത് നോക്കൂ. ഇപ്പോൾ മൊത്തം ഒന്ന് ചെക്ക് ചെയ്യാം. ഇതില് അതേപോലെ ഒരു റബ്ബർ ബുഷ് വരുന്നുണ്ട്. ഇതില് ആ റബ്ബർ ബുഷ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ ഒരു ടൈറ്റ് ആവുന്നുണ്ട്. പിന്നെ ലോക്കും കൂടി ആകുമ്പോൾ ഇതൊക്കെ ആവും. ഇതിങ്ങനെ ഈസി ഇത്രേ ഉള്ളു ഓപ്പണിങ്. ഈ കവറിങ് ഉള്ളതുകൊണ്ടാണ്. ക്വാളിറ്റി വൈസ് ഒന്നും ഞാൻ അതാണ് ഓരോന്നും ചെക്ക് ചെയ്യണത്. നമ്മൾ നിങ്ങളുടെ അടുത്തൊരു പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ
ഇതെന്താ നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലത്, വല്ല ഡാമേജ് ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കട്ടെ. ഇതിലിപ്പോൾ നമുക്ക് 6 എണ്ണാണ് വന്നിട്ടുള്ളത്. അതിൽ കംപ്ലൈൻസ് ഒന്നിനും ഇല്ല. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് അടക്കാൻ എല്ലാം കവറിങ്ങും കാര്യങ്ങളായിട്ട്. ഇതിപ്പോ നമ്മള് ഷോപ്പിൽ നിന്ന് മേടിക്കാന്നുണ്ടെങ്കിൽ ഇതിനിപ്പോ എനിക്കായിട്ടുള്ളത് 400 അടുത്താണ്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മാത്രം കൊടുക്കേണ്ടി വരും എന്തായാലും ഒരു 200 അടുത്ത്, ഒരു 150 റുപ്പീസ് മിനിമം ഇതിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 3 എണ്ണത്തിന് തന്നെ 450 റുപ്യയായി. അങ്ങനെ തന്നെയുള്ള കണക്ക്. പിന്നെ 6 എണ്ണത്തിന് 900 റുപ്യയായി നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ. ഇതൊരു മിനിമമാണ് ഞാൻ പറയുന്നത്. ഇതൊരു 150 റുപ്പീസ് മിനിമമാണ്, അതിൽ കൂടാനേ ചാൻസ് ഉള്ളൂ. ഇതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓരോന്നിടത്ത് നോക്കിയാൽ. ഇത് നോർമൽ പ്ലാസ്റ്റിക് അല്ല, നിങ്ങൾക്ക് സാധാ അതാണെങ്കിൽ ഞെങ്ങിപ്പോവും, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനൊരു ഇതായതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ എല്ലാവരും കാണാത്ത പ്രോഡക്റ്റ്സ് ഒന്നും ആവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൽ നമുക്ക് ബെറ്റർ കാണാൻ രസമുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതും പ്രോഡക്ട്സ് പ്രൈസ് കുറവിന് ഇതിൽ പൈസ കൊടുക്കണതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. അതിനുള്ളത് നമുക്ക് യൂസ് ഉള്ള കാര്യം തന്നെയല്ലേ. ഇതിപ്പോൾ ഇതിൽ എത്രത്തോളം സാധനങ്ങൾ വെക്കാം, ഇത്രയും സാധനങ്ങൾ വെക്കാമല്ലോ. അപ്പം കിച്ചൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇതാണ്. ഇനി മറ്റേ ഞാൻ അടുത്തൊരു പ്രോഡക്റ്റ് കാണിച്ചു തരാം, നമുക്കിതൊന്ന് നോക്കി. നമ്മൾ അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 6 പീസാണ് ഇപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 12 പീസിൻ്റെത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ടോപ്പ് ബ്ലാക്ക് ആയിട്ടുള്ളതും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇതൊന്നും കൂടി ഭംഗിയുണ്ട്. അത് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ വെച്ച് കഴിഞ്ഞാൽ അത് മേടിക്കാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പുതിയ വീടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇതുവരെ അങ്ങനത്തെ പ്രോഡക്റ്റ് ഒന്നും മേടിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇത് കംപ്ലീറ്റ് ഒരു ഷെൽഫ് മൊത്തം നിങ്ങൾക്ക് ലൈഫ് ടൈം എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും പീസ് ഒരു ഷെൽഫിൽ ലൈനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭംഗി ഭയങ്കര അടിപൊളിയാവും. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടംപോലെ നോക്കിയിട്ട് ചെയ്യാം. ഞാൻ അടുത്ത പ്രോഡക്റ്റ് എടുക്കട്ടെ. അടുത്ത പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇന്ന് 2 പ്രോഡക്റ്റ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അത് 5 ആക്കും 10 ആക്കും 20 ആക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. സപ്പോർട്ട് ചെയ്യാം. അതേപോലെ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിച്ചൺ കണ്ടെയ്നേഴ്സ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഞാൻ മനസ്സിലാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണത്. ഇനി ഇതിലേക്ക് വരാം. ഇത് ആക്ച്വലി ഇത് കണ്ടാൽ നിങ്ങൾ തൊപ്പിയായിരിക്കും, പക്ഷെ അത് തൊപ്പിയല്ല. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ യൂസിന് എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ 2 വട്ടമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇത് അരി കഴുകണ ഒരു പ്രോഡക്റ്റാണ്. നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിലും ഒക്കെ നോർമൽ പാത്രത്തിൽ അരി കഴുകണത് ആണ് കാണൽ. അതിൽ ചെരിച്ച് വെള്ളം ഒഴിച്ച് കളയുമ്പോൾ അരി കുറേ പോകുന്നതും നമ്മൾ കാണലുണ്ട്. ഈ പ്രോഡക്റ്റ് അറിയണവരുണ്ടാവും, അങ്ങനത്തെ ഒരു സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനാകെ പ്രൈസ് വരുന്നത് 89 ആണ്. പക്ഷെ അത് നമുക്ക് ഡെലിവറി അടക്കം 100ൻ്റെ ഉള്ളിൽ ആണ് വരിക. അപ്പോൾ ആ പ്രൈസിന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല പ്ലാസ്റ്റിക്കാണ്, നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ എറിഞ്ഞാൽ ഞാനിത് എടുക്കാൻ പോകേണ്ടിയിരുന്നുള്ളതുകൊണ്ട് ഞാൻ എറിഞ്ഞ് കാണിച്ചിട്ടില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡിൽ ഹോൾസാണ്. ഈ ഹോൾസ് അടി വരെ ഇല്ല. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അരി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ അപ്പോൾ തന്നെ ആ വെള്ളം പുറത്തേക്ക് പോകില്ല. നിങ്ങൾക്ക് അത് ആ വെള്ളം വെച്ചിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചരിച്ച് കൊടുത്താൽ ആദ്യത്തെ വെള്ളം അരിയൊന്നും പുറത്തേക്ക് പോകാതെ തന്നെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതിന് പിടിക്കാനാണ് ഇവിടെ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോർമൽ അളവിൽ എടുക്കണ ഒരു അരിക്കൊക്കെ ഒരു 3 ആൾ അങ്ങനത്തെ ഒക്കെ ഒരു ആൾക്കാർക്കൊക്കെ ഇത് ഈ ഒരൊറ്റ പാത്രം മതിയാവും. അല്ലാത്തവർ 2 വട്ടം കേൾക്കോളി. മറ്റേ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ വെള്ളം വേസ്റ്റായി പോകില്ല, അരി വേസ്റ്റായി പോകില്ല. അതൊക്കെയാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. അഡ്വാൻറ്റേജസ് എനിക്ക് അത്രയാണ് ഫീൽ. മെയിനായിട്ട് നമുക്ക് കൂടുതൽ വെള്ളം വേസ്റ്റായി പോവാതെ നിൽക്കണതും, പിന്നെ ഇതിൽ അരി പുറത്തേക്ക് ഓരോ അരിമണി പോലും വേസ്റ്റാക്കാതെ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് തോന്നിയൊരു കാര്യം ഇതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, 100 റുപ്പീസേ ഉള്ളൂ.
നമ്മൾ സാധാരണ ഡെയിലി ചോറ് വെക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ എല്ലാവർക്കും ഇത് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ഇതൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. ഇത് ആവശ്യമുള്ളവർ ഇതും പർച്ചേസ് ചെയ്ത് നോക്കുക. ഈ ഗാഡ്ജറ്റ്സ് കണ്ടെത്തി വീഡിയോ ചെയ്യണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ കിച്ചണിലേക്കുള്ളതും നമ്മൾ ഗാഡ്ജറ്റ്സ് കൂടുതൽ കൊണ്ടുവരണമെന്നുണ്ട്. ഇപ്പോൾ 2 കൊണ്ടുവന്നതിന് പകരം 5 അങ്ങനെ കൂടുതൽ ഒരുമിച്ച് അധികം ടൈം കളയാതെ തന്നെ കൂടുതൽ പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലേറെ കിടിലൻ പ്രോഡക്ട്സ് ഏകാരം അടുത്തത് നമ്മൾ കൊണ്ടുവരാൻ പോണത്. അപ്പോൾ താങ്ക് യു.